ഡൽഹി സൽത്തനേറ്റിലെ ഖൽജി കാലഘട്ടത്തെക്കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഖലാജിൽ നിന്നുള്ളവരാണ് ഖൽജികൾ എന്ന് പറയുന്നത്. അവർ തുർക്കി വംശജരായിരുന്നു എന്ന് ആന്ത്രാവിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോറിയൻ പറയുന്നുണ്ട്. ഡൽഹി സൽത്തനേറ്റിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ് ഖൽജി കാലഘട്ടം എന്ന് പറയുന്നത്. ഖൽജികൾ സാമൂഹിക സാമ്പത്തിക ഭരണരംഗങ്ങളിൽ പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. സാമ്രാജ്യം വിസ്തൃതി പ്രാപിപ്പിക്കുന്നതിനും ഏകീകരിക്കുന്നതിനും അവർക്ക് സാധിച്ചിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഖൽജി വംശത്തിലെ ആദ്യത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജിയാണ്. ഖൽജി വംശത്തിലെ പ്രധാന ഭരണാധികാരിയായിട്ട് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജിയെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണഘട്ടം എന്ന് പറയുന്നത് വളരെയധികം പരിഷ്കാരങ്ങളാൽ പ്രസിദ്ധമാണ്. തുർക്കി പ്രഭുക്കന്മാരുടെ വംശീയ ആധിപത്യവും അധികാര കുത്തകയും അവസാനിപ്പിച്ചിരുന്ന ആ കാലഘട്ടത്തിനെ ഖൽജി വിപ്ലവം, അലാവുദ്ദീൻ ഖൽജിയുടെ ഭരണകാലഘട്ടത്തെ ഖൽജി റവല്യൂഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. ഖൽജികൾക്ക് ശേഷം അധികാരത്തിൽ വന്ന തുഗ്ലക്കുകളുടെ കാലഘട്ടവും പരിഷ്കാരങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും കാലഘട്ടമായിരുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെയും ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെയും എല്ലാം ക്ഷേമ നടപടികൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് അലാവുദ്ദീൻ ഖിൽജിയെക്കുറിച്ചിട്ട് പറയുമ്പോൾ ഖിൽജി ഭരണാധികാരികളിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അദ്ദേഹത്തിൻ്റെ പേര് അലി ഖുർഷാബ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ അമ്മാവനും ഭാര്യാപിതാവുമായിട്ടുള്ള ജലാലുദ്ദീൻ ഖൽജിയെ വധിച്ചിട്ടാണ് അലാവുദ്ദീൻ ഖൽജി അധികാരത്തിൽ വരുന്നത്. രാജ്യം എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു ജലാലുദ്ദീൻ ഖിൽജി. അദ്ദേഹം സ്വജനപക്ഷപാതത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഒരു ഭക്തനായിട്ടുള്ള മുസ്ലിം ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം നിർബന്ധപൂർവമായിട്ടുള്ള മതം മാറ്റത്തെ തെറ്റാണെന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയുമായിരുന്നു. ജലാലുദ്ദീന് ശേഷം അധികാരത്തിലെത്തിയ അലാവുദ്ദീൻ ഖിൽജിക്ക് സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥകളിൽ വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ള പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കാൻ സാധിച്ചിരുന്നു. തൻ്റെ അധികാരത്തിനെതിരായ യഥാർത്ഥ ഭീഷണി എന്ന് പറയുന്നത് പ്രഭുവർഗമാണ്, ടർക്കിഷ് നോബിൾസ് ആണ് എന്ന് മനസ്സിലാക്കുകയും പ്രഭുക്കന്മാരെ വെറും ബ്യൂറോക്രസിയിലേക്ക് മാത്രം ഒതുക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിനെ ഖൽജി വിപ്ലവം, ഖൽജി റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനായിട്ട് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇക്തയിൽ ഉണ്ടായിരുന്ന പരമ്പരാഗത ഉടമസ്ഥ അവകാശം, ഇക്ത എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർക്ക് പണമായിട്ട് ശമ്പളം നൽകുന്നതിന് പകരം ഭൂമി പതിച്ചു നൽകുന്നതിനെയാണ് ഇക്ത എന്ന് പറയുന്നത്. ഇത്തരം ഭൂമികളെയാണ് ഇക്ത ലാൻഡ് എന്ന് പറയുന്നത്. ഇത് കൈവശം വെക്കുന്ന വ്യക്തിയെ മുക്തി അല്ലെങ്കിൽ ഇക്തിദാർ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ തുർക്കാനി ചഹൽഖാനിയിൽ ഉണ്ടായിരുന്ന ഇൽത്തുമിഷാണ് തുർക്കാനി ചഹൽഖാനിക്ക് രൂപം കൊടുക്കുന്നത്. തുർക്കാനി ചഹൽഖാനിയിൽ ഉണ്ടായിരുന്ന നോബിൾസ് വളരെ ശക്തരായിരുന്നു. അവർക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. ഡൽഹി സൽത്തനേറ്റിൻ്റെ ഭരണവ്യവസ്ഥിതിയിൽ വരെ അവർക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത്തരം ടർക്കിഷ് നോബിൾസിനാണ് ഇക്ത ലഭിച്ചിരുന്നത്. അപ്പോൾ ഇവരുടെ ഇക്ത ലാൻഡ് ഇവർ പരമ്പരാഗതമായിട്ട് കൈമാറിയിരുന്നു. അപ്പോൾ അതവരെ കൂടുതൽ ശക്തരാക്കി എന്നത് യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കിയ അലാവുദ്ദീൻ ഖൽജി ഇത്തരം പരമ്പരാഗത ഉടമസ്ഥാവകാശം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ഇക്ത ലാൻഡ് എന്ന് പറയുന്നത് ഫ്രീ ആക്കി മാറ്റുകയാണ്, കൈമാറ്റം ചെയ്യാവുന്ന ഒന്നാക്കി മാറ്റുകയും ചെയ്തു. അതുപോലെ അലാവുദ്ദീൻ ഖൽജി ഒരു പുതിയ മതം സ്ഥാപിക്കുന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. പിന്നീട് ആ ശ്രമം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പുതിയ മതം എന്ന് പറയുമ്പോൾ അവർ ഭരിക്കുന്നത് ഇന്ത്യയിലാണ്. സാംസ്കാരികമായിട്ടും മതപരമായിട്ടും എല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നാട്ടിലേക്കാണ് അവർ ഭരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കൾച്ചറിനും കൂടി കുറച്ച് ഇൻക്ലൂഡഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. കാരണം നമ്മൾ ഏത് രാജ്യമാണോ ഭരിക്കുന്നത്, ഏത് പ്രദേശമാണോ, അവിടുത്തെ സംസ്കാരത്തെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വളരെ അവിഭാജ്യ ഘടകമാണ് നമ്മളുടെ ഭരണകാര്യങ്ങളിൽ. അത് സുഗമമാക്കാനും എളുപ്പമാക്കാനും വേണ്ടിയിട്ട് കുറച്ചൊക്കെ അവരെ ഉൾക്കൊള്ളുക എന്നുള്ളത് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമുക്ക് മുഗൾ ഭരണാധികാരികളിൽ പെട്ട അക്ബറും ഇത്തരം ഒരു ശ്രമം നടത്തിയതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് ഹിസ്റ്റോറിയന്മാർക്കിടയിൽ ഇപ്പോഴും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. കാരണം അതൊരു മതനയമായിരുന്നു എന്നുള്ളത് ഇപ്പോഴൊരു ക്വസ്റ്റ്യനായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് വരുമ്പം സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുവാനും ഏകീകരിക്കുകയും ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ശ്രമങ്ങളെല്ലാം. അതിനായിട്ട് പല സൈനിക നീക്കങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. ഗുജറാത്തിൻ്റെ അളവറ്റ സമ്പത്തും അതുപോലെ തന്നെ വ്യാപാര കേന്ദ്രങ്ങളും അദ്ദേഹം വളരെയധികം ആകർഷിക്കുകയും അങ്ങനെ അദ്ദേഹം ഗുജറാത്ത് കീഴടക്കുകയും ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം ഹെമർദേവിൻ്റെ കീഴിലുള്ള രണ്ടാംപോർ കീഴടക്കുന്നു. പിന്നീട് ചിറ്റോർ കോട്ട പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ അനന്തര അവകാശിയായിട്ടുള്ള കിസിർഖാൻ ഈ പ്രദേശങ്ങളുടെ എല്ലാം ചുമതല നൽകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചിറ്റോർ കോട്ടൻ്റെ കാര്യം പറയുമ്പോൾ പത്മാവതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവിടുത്തെ രാജ്ഞിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയും
അവരെ സ്വന്തമാക്കാനും വേണ്ടിയിട്ടാണ് ചിറ്റോർ കീഴടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു പത്മാവത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ലൈക്ക് ഒരു ബുക്ക് ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൽ ഇതെല്ലാം വ്യക്തമായിട്ട് ഒരു മൂവിയും ഉണ്ട് ഈ പേരിൽ, പക്ഷെ അതിൽ എത്രത്തോളം ഹിസ്റ്ററി ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ പത്മാവതിയെ കുറിച്ചിട്ടൊരു സ്റ്റോറിയും കൂടിയുണ്ട് അലാവുദ്ദീൻ ഖിൽജിയെ റിലേറ്റഡ് ചെയ്തിട്ട്. പിന്നെ മാൾവയിലെ ചന്തേരി, മാണ്ടു എന്നീ സ്ഥലങ്ങളൊക്കെ അദ്ദേഹം കീഴടക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ദക്ഷിണേന്ത്യയിലേക്ക് തിരികെയും ദേവഗിരിയിലെ യാദവ രാജാവായിട്ടുള്ള രാമചന്ദ്രനെയും തോൽപ്പിക്കുന്നു. കാകതീയ രാജാവായിട്ടുള്ള പ്രതാപരുദ്രദേവൻ രണ്ടാമനെയും ദ്വാരസമുദ്രത്തിലെ ഹൊയ്സാല രാജാവായിട്ടുള്ള വീരബല്ലാള മൂന്നാമനെയും അദ്ദേഹം പരാജയപ്പെടുത്തുന്നുണ്ട്. പിന്നീട് അദ്ദേഹം മധുരയിലെ പാണ്ഡ്യന്മാരെ കീഴ്പ്പെടുത്തുന്നു. ഈ സൈനിക വിജയങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് അദ്ദേഹത്തിൻ്റെ അടിമയും സൈന്യാധിപനുമായിട്ടുള്ള മാലിക് കഫൂർ ആണ്. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയെ പറയുമ്പോൾ നമ്മൾ എന്തായാലും പറയേണ്ട വ്യക്തിയാണ് മാലിക് കഫൂർ എന്ന് പറയുന്നത്. നമ്മൾ അക്ബറിനെ പറയുമ്പോൾ ബീർബലിനെ പറയുന്ന പോലെ എന്നാൽ അങ്ങനെ പറയുന്നില്ലെങ്കിലും ബട്ട് നമുക്ക് പറയേണ്ട ആളാണ് മാലിക് കഫൂർ. മാലിക് കഫൂർ എന്ന് പറയുന്നത് അടിമയാണ്. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിക്ക് സമ്മാനമായിട്ട് ലഭിച്ച അടിമയാണ് മാലിക് കഫൂർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് തീരുമാനങ്ങളും സ്വാധീനിക്കാനൊക്കെ കഴിയുന്ന വ്യക്തിയായിരുന്നു ഈ മാലിക് കഫൂർ എന്ന് പറയുന്നത്. ഹസാർ ദീനാരി, 1000 ദീനാറിന് വാങ്ങിയവൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്, ഈ മാലിക് കഫൂറിനെ. ഈ യുദ്ധത്തിനു ശേഷം ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന വമ്പിച്ച യുദ്ധമുതലുകളിൽ പ്രശസ്തമായിട്ടുള്ള കോഹിനൂർ രത്നവും ഉൾപ്പെട്ടിരുന്നു. അലാവുദ്ദീൻ ഖിൽജി ഒരുപാട് പരിഷ്കാരങ്ങൾ നടത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൈനികവും സാമ്പത്തികവുമായിട്ടുള്ള പരിഷ്കാരങ്ങളുണ്ട്. അതുപോലെ തന്നെ സൈനിക പരിഷ്കാരത്തിന് റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം മാർക്കറ്റ് റിഫോംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ പ്രശസ്തമാണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് റിഫോംസ് എന്ന് പറയുന്നത്. കഴിവുറ്റ ഒരു ഭരണാധികാരിയും അതുപോലെ തന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള പ്രഗത്ഭനുമായിട്ടുള്ള ഒരു സൈനികനുമായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. പല പരിഷ്കാരങ്ങൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചിട്ടുണ്ട്. മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും വേർതിരിച്ചിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ കാർഷിക പരിഷ്കരണങ്ങളിൽ ഭൂസർവേ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ സൈനികർക്ക് ശമ്പളം പണമായിട്ട് നൽകുന്ന സിസ്റ്റം അദ്ദേഹം നടപ്പാക്കുന്നുണ്ട്. പിന്നെ സ്ഥിരം സൈന്യത്തെ രൂപീകരിക്കുന്നുണ്ട്. കമ്പോള പരിഷ്കരണങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കമ്പോള പരിഷ്കരണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റും വളരെ പ്രശസ്തവുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിലിറ്ററി മെഷേഴ്സ്, സൈനിക പരിഷ്കാരങ്ങളെക്കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. സാമ്രാജ്യത്തെ സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും സുരക്ഷിതമാക്കുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം സൈനിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത്. അദ്ദേഹം നടപ്പിലാക്കിയ കാർഷിക കമ്പോള പരിഷ്കരണങ്ങൾ എല്ലാം തന്നെ ഈ സൈനിക പരിഷ്കാരങ്ങളുടെ പിന്നോടിയായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. വിശാലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ നടപ്പിലാക്കിയതുമായിരുന്നു ഇത്തരം പരിഷ്കാരങ്ങളെല്ലാം തന്നെ. സാമ്രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ശക്തമായിട്ടുള്ള സൈന്യം വേണം എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. കാരണം മംഗോൾസിൻ്റെ ഭീഷണി ഡൽഹി സൽത്തനേറ്റ് എല്ലാ കാലത്തും നേരിട്ടിരുന്നൊരു പ്രശ്നമായിരുന്നു മംഗോളിയന്മാരുടെ ഭീഷണി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, പ്രാദേശികമായിട്ടുള്ള രാജാക്കന്മാരും ഇത്തരം ഡൽഹി സൽത്തനേറ്റിനെതിരെ യുദ്ധം ചെയ്യുമായിരുന്നു. അവർ കൂടിയിട്ടില്ല. ഗവൺമെൻറ് നേരിട്ട് തിരഞ്ഞെടുക്കുകയും ശമ്പളം നൽകുകയും ചെയ്തിരുന്ന ഒരു സ്ഥിരമായിട്ടുള്ള ശക്തമായിട്ടുള്ള സൈന്യത്തെ അദ്ദേഹം രൂപീകരിച്ചിരുന്നു. അതുപോലെ തന്നെ സൈനികർക്ക് ശമ്പളം ഇക്താലാൻഡ് ആയിരുന്നല്ലോ ഇതുവരെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ശമ്പളമായിട്ട് നൽകിയിരുന്നത്. അതിന് പകരം പണമായിട്ട് ശമ്പളം നൽകുന്ന ഒരു സിസ്റ്റം അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഭൂമി ശമ്പളമായിട്ട് നൽകുന്നത് നിർത്തലാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ സൈന്യത്തിലെ കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന സമ്പ്രദായം, ഈ സമ്പ്രദായത്തെ ദാഗ് എന്നാണ് വിളിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരം ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. അപ്പോൾ ആ പേര് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദാഗ് എന്ന് പറഞ്ഞിട്ടുള്ള കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കാർഷിക പരിഷ്കരണങ്ങളുണ്ട്, അതിൽ ഭൂസർവേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ സൈനികരുടെ രജിസ്റ്റർ അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. ഈ രജിസ്റ്ററിനെ ചെഹ്റ എന്നാണ് പറഞ്ഞിരുന്നത്. ഇത്തരം രജിസ്റ്റർ ഏർപ്പെടുത്തുന്നതിലൂടെ ആ രംഗത്തുണ്ടായിരുന്ന പല അഴിമതികളും നിർത്തലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്ന് പറയാം. 4,75,000 സൈനികരുള്ള അച്ചടക്കമുള്ളൊരു സൈന്യം ഖിൽജികൾക്ക് ഉണ്ടായിരുന്നു. അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരുന്നവരായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത്തരം 4,75,000 പരം സൈനികരുണ്ടായിരുന്നു. ഈ സൈനികരെ എല്ലാം തന്നെ അദ്ദേഹം രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ കുതിരകൾക്ക് ചാപ്പ കുത്തി ഏതാണ് കുതിര എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലാക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ബാൽബൻ്റെ ഭരണം എന്ന് പറയുമ്പോൾ ബാൽബൻ ഒരുപാട് റിഫോംസ് നടത്തിയ വ്യക്തിയാണ്. ബാൽബന് ഈ അതിർത്തി നയം ഉണ്ടായിരുന്നു. സാമ്രാജ്യത്ത് കോട്ടകൾ കെട്ടി സംരക്ഷിക്കുന്ന ഒരു നയം ഉണ്ടായിരുന്നു ബാൽബന്. അപ്പോൾ ഈ നയം അദ്ദേഹം പിന്തുടരുന്നുണ്ട്. അലാവുദ്ദീൻ ഖിൽജിയും അത് പിന്തുടർന്നുകൊണ്ട് കോട്ടകൾ ശക്തമാക്കുകയും സൈനിക കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഏത് കാലത്തും ഏത് സമയത്തും മംഗോളിയന്മാരുടെ ഭീഷണി എന്ന് പറയുന്നത് ഡൽഹിക്ക് എപ്പോഴും ഉണ്ടായിരുന്നൊരു മെയിൻ പ്രശ്നമായിരുന്നു. പിന്നെ സൈനികർക്ക് പണം ശമ്പളമായിട്ട് നൽകുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അന്നത്തെ
എന്താ പറയുക സാധനങ്ങളിലും വാങ്ങുമ്പോൾ സൈനികർക്ക് അവരുടെ ഈ ശമ്പളം തികയാതെ വരും. അപ്പോൾ ശമ്പളം കൂട്ടി ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഖജനാവ് കാലിയാവുമെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് അദ്ദേഹം എന്താക്കുന്നതെന്ന് വെച്ചാൽ സൈനികരുടെ വിഷമതകൾ മനസ്സിലാക്കുകയും ഭക്ഷ്യധാന്യങ്ങൾ, കുതിരകൾ, കന്നുകാലികൾ, ആടുമാടുകൾ, അടിമകൾ, വസ്ത്രങ്ങൾ, സുഗന്ധങ്ങൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് പ്രത്യേക കമ്പോളത്തിനെ അതുപോലെ തന്നെ നിശ്ചിത വില നിലവാരത്തെയും അദ്ദേഹം ഏർപ്പെടുത്തിക്കൊണ്ട് മാർക്കറ്റ് റിഫോംസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കമ്പോള പരിഷ്കരണം എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജിയുടെ. അലാവുദ്ദീൻ്റെ കമ്പോള പരിഷ്കാരങ്ങൾക്ക് പിന്നിൽ സൈനിക കാരണങ്ങളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ എല്ലാം തന്നെ ഒന്നിന് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ പറയാം. സൈനിക പരിഷ്കാരങ്ങളാണ് ആദ്യം നടത്തിയത്. അപ്പോൾ ഈ നിശ്ചിത ശമ്പളത്തിൻ്റെ കീഴിൽ അവർക്ക് സ്ഥിരമായിട്ട് പണിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് റിഫോംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് പ്രശ്നം വന്നിട്ടും ഈ വില നിലവാരം അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ മുഴുവനായിട്ടും ഒരുപോലെ നിലനിന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. സിയാവുദ്ദീൻ ബറാനി പറയുന്നുണ്ട് കേട്ടോ. അലാവുദ്ദീൻ്റെ കമ്പോള പരിഷ്കാരങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് സൈനിക കാരണങ്ങളായിരുന്നു. മംഗോളിയന്മാരുടെ ഡൽഹി ആക്രമണത്തിനു ശേഷം കേന്ദ്ര സൈന്യത്തിലേക്ക് കൂടുതൽ സൈനികരെ ചേർക്കാൻ അലാവുദ്ദീൻ ഖിൽജി തീരുമാനിച്ചു. സൈനികർക്ക് മുഴുവൻ സാധാരണയായിട്ട് നൽകി വരുന്ന ശമ്പളം നൽകുകയായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഖജനാവ് കാലിയാവും എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. സൈനികർക്ക് ഭക്ഷ്യധാന്യങ്ങളും മറ്റു ആവശ്യ വസ്തുക്കളും ന്യായവിലക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്പോള പരിഷ്കരണം അലാവുദ്ദീൻ ഖിൽജി ഏർപ്പെടുത്തുന്നത്. വില നിലവാരത്തെ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നൊരു വിഷയമായിട്ട് അദ്ദേഹം പരിഗണിച്ചിരുന്നു. സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് കമ്പോള പരിഷ്കാരങ്ങൾ നടത്തിയത് എന്നാണ് അന്നത്തെ കവിയും എഴുത്തുകാരനുമായിട്ടുള്ള അമീർ ഖുസ്രു പറയുന്നത്. പട്ടണങ്ങളിൽ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കേണ്ടത് സുൽത്താൻ്റെ ചുമതല ആണെന്നുള്ള ബോധമുള്ളതിനാൽ വിലകൾ സ്ഥിരമായി മാറ്റമില്ലാതെ നിലനിർത്തുന്നതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. സർക്കാർ അംഗീകരിച്ച വ്യാപാരികൾക്ക് മാത്രമേ സാധനങ്ങൾ വിൽക്കാൻ കർഷകർക്ക് അനുവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിനായിട്ടുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത, നഗരത്തിലേക്കുള്ള ഗതാഗതം, ഭക്ഷ്യവസ്തുക്കളുടെ ശരിയായ വിതരണം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അലാവുദ്ദീൻ ഖിൽജി കർശനമായിട്ട് നിയന്ത്രിച്ചിരുന്നു. ഡൽഹിയിൽ 3 തരത്തിലുള്ള കമ്പോളങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കമ്പോളത്തിൽ ഭക്ഷ്യധാന്യങ്ങളായിരുന്നു വിൽക്കപ്പെട്ടിരുന്നത്. രണ്ടാമത്തേതിൽ വില കൂടിയ തുണിത്തരങ്ങൾ, പഞ്ചസാര, നെയ്യ്, എണ്ണ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ കമ്പോളത്തിൽ കുതിരകൾ, ആടുമാടുകൾ അതുപോലെ അടിമകളും ഉണ്ടായിരുന്നു. ഈ രണ്ടാമത്തെ കമ്പോളത്തിലാണ് നെയ്യ്, എണ്ണ, പഞ്ചസാര, ഡ്രൈ ഫ്രൂട്ട്സ്, വില കൂടിയ തുണിത്തരങ്ങൾ എന്നിവ ഉണ്ടായിരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഈ കമ്പോളത്തെ സരായി ആദിൽ അഥവാ നീതിയുടെ കമ്പോളം എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഇതിലെ ഓരോ കമ്പോളവും ഷഹ്ന എന്നറിയപ്പെടുന്ന മാർക്കറ്റ് സൂപ്രണ്ടുകളുടെ നിയന്ത്രണത്തിൽ ആയിരുന്നു എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വ്യാപാരികളുടെ ഒരു പട്ടിക സൂക്ഷിക്കുകയും കച്ചവടക്കാരെയും വില നിലവാരത്തെയും കർശനമായി നിയന്ത്രിക്കുകയും ചെയ്തിരുന്ന ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അത് ചെയ്തിരുന്നത് ഈ ഷഹ്ന എന്നറിയപ്പെടുന്ന മാർക്കറ്റ് സൂപ്രണ്ടുകളായിരുന്നു. അതുപോലെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും നിയന്ത്രിക്കാനുള്ള കർശന നടപടികൾ സ്വീകരിച്ചിരുന്നു. പ്രാദേശിക വ്യാപാരികൾക്കും രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിരുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ സ്ഥിരമായ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായിട്ട് യമുന നദീതടത്തിൽ അഥവാ ഡോബ് സദാത്തിലെ നികുതി ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നു. അപ്പം യമുന നദീതടം ഈ നമ്മൾ ഡൽഹി സൽത്തനേറ്റിൽ ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമി എന്ന് പറയുന്നത് ഗംഗാ യമുന നദീതടങ്ങളായിരുന്നു. അപ്പോൾ ഇത്തരം നദീതടങ്ങളിലെ ഉള്ള വിഭവങ്ങൾ നേരിട്ട് ഗവൺമെൻറ്റിന് നൽകണമായിരുന്നു നികുതിയായിട്ട്. അതുപോലെ തന്നെ സർക്കാർ ധാന്യക്കലവറകൾ നിർമ്മിക്കുകയും ക്ഷാമകാലത്ത് ഭക്ഷ്യധാന്യങ്ങൾക്ക് ക്ഷാമം ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. അളവ് തൂക്കങ്ങളിൽ തട്ടിപ്പ് നടത്തുന്നവർക്കായിട്ട് അതുപോലെ തന്നെ അമിത വില ഈടാക്കുന്നവർക്കും വേണ്ടിയിട്ട് കർശനമായിട്ടുള്ള ശിക്ഷകൾ അലാവുദ്ദീൻ ഖിൽജി നൽകിയിരുന്നു. ഇത്തരം പരിഷ്കാരങ്ങളെല്ലാം കാരണം വിലകൾ ഗണ്യമായിട്ട് കുറഞ്ഞതായിട്ട് സിയാവുദ്ദീൻ ബറാനി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്ഷാമകാലത്ത് പോലും ഭക്ഷ്യധാന്യങ്ങൾക്ക് വില കൂടിയിരുന്നില്ല, വില മാറ്റമില്ലാതെ തന്നെ തുടർന്നിരുന്നു. അലാവുദ്ദീൻ്റെ ഭരണകാലത്തിൻ്റെ അന്ത്യം വരെ വിലകൾ മാറ്റമില്ലാതെ തുടർന്നിരുന്നു എന്നും അതുപോലെ തന്നെ മഴയുടെ കുറവിനാലോ മറ്റ് പ്രകൃതി കാരണങ്ങളാലോ വിഭവങ്ങളിൽ കുറവ് വരികയാണെങ്കിലും വില നിലവാരത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല എന്ന് 17-ാം നൂറ്റാണ്ടിലെ ഹിസ്റ്റോറിയനായിട്ടുള്ള ഫെരിഷ്തെ പറയുന്നുണ്ട്.
കമ്പോള പരിഷ്കാരങ്ങൾ അലാവുദ്ദീൻ്റെ മരണത്തോടെ അവസാനിച്ചു എന്നാണ് സതീഷ് ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോറിയൻ പറയുന്നത്. ഇനി അലാവുദ്ദീൻ ഖിൽജിയുടെ എക്കണോമിക് റിഫോംസിനെ കുറിച്ചിട്ട് നോക്കാം. സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. അലാവുദ്ദീൻ്റെ കേന്ദ്രീകൃത സാമ്രാജ്യ വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് വമ്പിച്ച ഭൂനികുതിയാണ് പിടിച്ചെടുത്തിരുന്നത്. സർക്കാരിൻ്റെ വിഭവങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കുകയും അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ സമ്പത്തും വിഭവവും കുമിഞ്ഞുകൂടുന്നത് തടയുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. വർദ്ധിച്ച സമ്പത്ത് കലാപത്തിന് പ്രേരിപ്പിക്കും എന്നുള്ളതുകൊണ്ട് കൊട്ടാരം സദസ്യരുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും അധികമുള്ള ഭൂസ്വത്തുക്കളും അലാവുദ്ദീൻ ഖിൽജി പിടിച്ചെടുത്തിരുന്നു. പ്രാദേശിക പ്രഭുക്കന്മാരായിട്ടുള്ള ഗുത്തുകൾ, മുഖദ്ദമുകൾ, ചൗധരിമാർ ഇവരുടെ മേലെല്ലാം നികുതി ചുമർത്തിയിരുന്നു. ഗ്രാമങ്ങളെ സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കീഴിൽ കൊണ്ടുവന്നിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാർഷിക പരിഷ്കരണങ്ങളിൽ ഒന്നാണ്. അതുപോലെ ഗ്രാമങ്ങളിൽ ഖലീസ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയായിട്ട് മാറ്റിയിരുന്നു ഗ്രാമങ്ങൾ. അപ്പോൾ ഈ ഭൂമി ഒരിക്കലും ഈ ഇക്താബ് ലാൻഡായിട്ട് മാറ്റൂല. പ്രഭുക്കന്മാർക്ക് ഇക്തയായി നൽകാത്ത ഭൂമിയാണ് ഖലീസ എന്ന് പറഞ്ഞിട്ടുള്ള ഭൂമി. ഇങ്ങനെ ലാഹോർ മുതൽ കാര, ഇന്നത്തെ അലഹാബാദിനടുത്ത് വരെയുള്ള പ്രദേശങ്ങൾ ഖലീസ ഭൂമിയായിട്ട് അലാവുദ്ദീൻ ഖിൽജി പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റവന്യൂ ഭരണത്തിനായിട്ട് ദിവാനി മുസ്തഖരാജ് എന്ന വകുപ്പ് അലാവുദ്ദീൻ ഖിൽജി രൂപീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നത്തിൻ്റെ 50% നികുതി എന്ന ഒരു നികുതി സിസ്റ്റം തന്നെ അദ്ദേഹം ഏർപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയും ഭൂനികുതിക്ക് പുറമെ 2 നികുതികൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ആ നികുതികളാണ് വീട്ടുനികുതി, അതാണ് ഖാരി എന്നാണ് ആ നികുതിയെ വിളിച്ചിരുന്നത്. മേച്ചിൽപ്പുറത്തിൻ്റെ നികുതിയാണ് ചായ് എന്ന് പറഞ്ഞിട്ടുള്ള നികുതി. നികുതി പിരിവിനായിട്ട് ആമിൽ എന്ന പേരിൽ ഒരു ഉദ്യോഗസ്ഥനെയും അലാവുദ്ദീൻ ഖിൽജി നിയമിച്ചിരുന്നു. മുഖദ്ദം, കുത്ത് എന്നീ പ്രാദേശിക മുഖ്യന്മാർ നികുതി പിരിവിൽ ആമിലിനെ സഹായിച്ചിരുന്നു. നികുതി അടവിൽ വീഴ്ച വരുത്തിയവരുടെ സ്വത്തുക്കൾ, അത് മതസ്ഥാപനങ്ങൾക്ക് ദാനം നൽകിയ ഭൂമിയാണെങ്കിൽ പോലും നികുതി അടവിൽ വീഴ്ച വരുത്തിയിരുന്നെങ്കിൽ അത് കർശനമായിട്ട് തന്നെ സർക്കാർ പിടിച്ചെടുത്തിരുന്നു. എല്ലാ തരത്തിലുള്ള ഭൂമിക്കുമേലും പെൻഷനായോ ദാനമായോ നൽകപ്പെട്ടതാണെങ്കിൽ കൂടി ഉയർന്ന നികുതിയും ചുമത്തപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. പിഴവ് വന്നാൽ അവയെല്ലാം സർക്കാർ ഭൂമി ലാൻഡാക്കി മാറ്റുകയും ചെയ്തിരുന്നു. അപ്പോൾ 50% നികുതി. ഒരാളുടെ വരുമാനത്തിൻ്റെ 50% നികുതിയായിട്ട് നൽകേണ്ടിയിരുന്നത്. അപ്പോൾ വലിയ രീതിയിൽ അതൊരു ബാധ്യതയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു രീതിയിലുള്ള സമ്പത്ത് എടുത്തു വെക്കാനും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലത്തെ ജനങ്ങളുണ്ടായിരുന്നത്. അതുപോലെ ഭൂദാനങ്ങൾ അദ്ദേഹം നിർത്തലാക്കി. പ്രഭുക്കന്മാർക്ക് നിശ്ചിത വരുമാനം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഭൂമികൾ അനുവദിച്ചിരുന്നു. അപ്പോൾ നോബിൾസിന് തീരെ ഭൂമി കൊടുക്കാതെ നിന്നിട്ടില്ല, അവർക്ക് നിശ്ചിത വരുമാനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഭൂമികൾ അനുവദിച്ചിരുന്നു. റവന്യൂ നയത്തെ സിയാവുദ്ദീൻ ബറാനി വളരെയധികം പ്രശംസിക്കുന്നുണ്ട് അലാവുദ്ദീൻ്റെ റവന്യൂ നയത്തെ. ഇനി ഭൂധനം അദ്ദേഹം നിർത്തലാക്കി എന്നുള്ളത് വളരെ വലിയൊരു റിഫോമായിരുന്നു. ഉത്തരേന്ത്യയിലെ ഭൂപ്രദേശങ്ങൾ ഖലീസ ഭൂമിയാക്കി മാറ്റിയതിലൂടെ ഉടമകളായിട്ടുള്ള ഗുത്ത്, മുഖദ്ദം, ചൗധരി തുടങ്ങിയ ഇടനിലക്കാരായിട്ടുള്ള പ്രഭുക്കന്മാരുടെ അവകാശങ്ങളെ നിയന്ത്രണപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. പുതിയ പരിഷ്കാരങ്ങളോടെ ഈ വിഭാഗങ്ങൾ അപ്രത്യക്ഷമായി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത്തരം വിഭാഗങ്ങളെ ചൗധരി, മുഖദ്ദം, ഗുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമ മുഖ്യന്മാരെ ഒരു വലിയ രീതിയിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അലാവുദ്ദീൻ ഖിൽജിക്ക് സാധിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ സമീന്ദാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗം നിലനിന്നിരുന്നു. ഇപ്പോൾ സമീന്ദാർ എന്ന ആ പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി എന്ന് പറയുന്നത് അമീർ ഖുസ്രു ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഒരു കാലത്ത് സാമ്പത്തിക അഭിവൃദ്ധിയും സാമ്പത്തിക ഉത്തരവാദിത്വവും ഉറപ്പുവരുത്തുവാൻ സാമ്പത്തിക പരിഷ്കാരങ്ങളിലൂടെ അലാവുദ്ദീന് സാധിച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ അലാവുദ്ദീൻ ഖിൽജിക്ക് നേരിടേണ്ടി വന്നിരുന്ന ഒരു ശത്രു വിഭാഗമായിരുന്നു നോബിൾസ് എന്ന് പറയുന്നത്. കാരണം അലാവുദ്ദീൻ്റെ പരിഷ്കാരങ്ങളെല്ലാം തന്നെ ടർക്കിഷ് നോബിൾസിനെയും വളരെയധികം പ്രകോപിപ്പിച്ചിരുന്നു. അതുപോലെ ഈ കുത്ത്, മുഖദ്ദം, ചൗധരിമാർ ഇവർ ശത്രുവായിട്ട് അലാവുദ്ദീൻ ഖിൽജിക്ക് നേരിടണമായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.